ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് വന്ന് തോന്നി. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് അഭിനേത്രി, അവതാരക, മോഡൽ എന്നീ നിലയിൽ മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന താരമാണ് നടി പാർവതി കൃഷ്ണ. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരേപോലെ അഭിനയത്തിൽ തിളങ്ങിയിട്ടുള്ള ഒരാളാണ് പാർവതി. അമ്മ മാനസം എന്ന പരമ്പരയിലാണ് പാർവതി ആദ്യമായി അഭിനയിക്കുന്നത്. അതിനുശേഷം ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചു. ഏഞ്ചൽസ് ആയിരുന്നു പാർവതിയുടെ ആദ്യ സിനിമ. എങ്കിലും പ്രേക്ഷകർ പാർവതിയുടെ ആദ്യം ഓർക്കുന്നത് ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച മാലിക് എന്ന സിനിമയിലെ പ്രകടനമാണ്. അതിൽ വളരെ നല്ലൊരു റോളാണ് പാർവതിക്ക് ലഭിച്ചത്. വളരെ ഭംഗിയായി അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വർഷം പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലും ചെറിയൊരു വേഷത്തിൽ പാർവതി തിളങ്ങിയിരുന്നു. ഒറ്റ സീനേ ഉള്ളുവെങ്കിലും അതും ഭംഗിയാക്കി. നിവിൻ പോളിക്കൊപ്പമുള്ള രംഗത്തിലാണ് പാർവതി തിളങ്ങിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നടി പാർവതിയുടെ പുത്തൻ വീഡിയോയാണ്. ഈ അടുത്താണ് നടി നിവിൻ പോളിക്കെതിരെ പീഡനാരോപണമായി ഒരു യുവതി രംഗത്തെത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൽ നിവിൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു. കിട്ടിയ തെളിവുകളെല്ലാം ആ യുവതിക്ക് എതിരായിരുന്നു. ആ യുവതി തന്നെ പീഡിപ്പിച്ചുവെന്ന് പറയുന്ന ആ ദിവസമായിരുന്നു നിവിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നു. അതിന് തെളിവുകളുമുണ്ട്. വിനീത് ശ്രീനിവാസന്റെ വോയിസ് റെക്കോർഡും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഇതേ സിനിമയിൽ നിവിനൊപ്പം ചെറിയൊരു സീനും നടി പാർവതി അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ കാണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാർവതി. ഇതെന്തായാലും എല്ലാവരെയും കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അവസാനം പാർവതി പറഞ്ഞു.